സംസ്ഥാന നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, വലിയ വിജയം ഇടതുപക്ഷം നേടിയതിനു ശേഷം മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിനെതിരെ വിമർശനം എന്ന രീതിയിൽ മാത്രം ഉന്നയിച്ച കാര്യമല്ല ലീഗിനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതെന്ന്, മറ്റു പല ലക്ഷ്യങ്ങളും മുഖ്യമന്ത്രി അതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണോ നിങ്ങളുടെ വിമർശനം? സമസ്തയുടെ വിമർശനം ഒരിക്കലും രാഷ്ട്രീയ പ്രേരിതമല്ല, വോട്ട് രാഷ്ട്രീയവുമല്ല, മറിച്ച് മുസ്ലിം സമുദായത്തെ അനർഹമായി ആനുകൂല്യങ്ങൾ നേടുന്നു എന്ന വ്യാജ പ്രചരണം നടത്തി ഒരു സമുദായത്തെ ധ്രുവീകരണത്തിന് വിധേയമാക്കി മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് അതിൽ പ്രത്യേക അജണ്ടയുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ വിശിഷ്യ ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും ഒന്നു ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും ഏകാഭിപ്രായം പ്രകടിപ്പിച്ച വിശ്വാസി സമൂഹമാണ്. ഈ വിശ്വാസി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഏതു ഭാഗത്തുനിന്ന് വരുമ്പോഴും സ്വാഭാവികമായും അതിനെതിരെ പ്രതികരിക്കുക എന്നത് മതസൗഹാർദ്ദം എന്നും കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ, ഇന്ന് വരെ ഒരു വർഗീയ പ്രസ്താവനയോ വർഗീയ പ്രവർത്തനങ്ങളോ നടത്തിയിട്ടില്ലാത്ത സമസ്തയുടെ ബാധ്യതയാണെന്നിരിക്കെ ആ ബാധ്യത മാത്രമാണ് സമസ്തയുടെ പത്രമായ സുപ്രഭാതം നിർവഹിച്ചത്. അതിൽ ഒരിക്കലും രാഷ്ട്രീയം കാണേണ്ടതില്ല, വോട്ട് രാഷ്ട്രീയവും കാണേണ്ടതില്ല. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലെ ചില മേഖലകളിൽ നിന്ന് വരുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിന് മൈലേജ് കൊടുക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന ഉണ്ടായപ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. നല്ല കാര്യങ്ങളിൽ പിന്തുണയ്ക്കുകയും തെറ്റായ പ്രസ്താവനകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നത് ഇക്കാര്യത്തിൽ നിഷ്പക്ഷ മനോഭാവം പുലർത്തുന്ന ഒരു പത്രത്തിന്റെയും ഒരു സംഘടനയുടെയും ധർമ്മമാണ് എന്ന് മാത്രമേ അക്കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. തീർച്ചയായും ഇവിടെ CAA സമയത്തൊക്കെ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ ഇന്നും നിങ്ങൾ പുകഴ്ത്തുന്നുണ്ട്. അത്തരമൊരു നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ, ഈ തെരഞ്ഞെടുപ്പിന് ചർച്ചയ്ക്ക് തുടക്കമിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അതിനുശേഷം വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ, ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ള വിത്ത് പാകുകയാണോ ഇവിടെ CPM മുഖ്യമന്ത്രി? തീർച്ചയായും നമുക്ക് വൈകാരികതകളല്ല ആവശ്യം. ഉദാഹരണമായി പാലക്കാട് നഗരസഭയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഫാസിസ്റ്റ് സ്വഭാവം കൃത്യമായി കേരളത്തിൽ നോർത്ത് ഇന്ത്യയിൽ കാണിക്കുന്നത് പോലെ കാണിച്ചു. ഒരാൾക്കെതിരെ പോലും കേസെടുത്തില്ല. പക്ഷേ യുവസംഘടന അവരിൽ നിന്ന് അതിനെതിരെ ഒരു പ്രകടനം നടത്തി അവിടെ ദേശീയ പതാക തൂക്കിയപ്പോൾ നമുക്കത് മതിയായി. ആ വൈകാരികതക്ക് പുറകിൽ നിന്നു. പക്ഷെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചില്ല. ഒരു മതേതര ഗവൺമെന്റ് ചെയ്യേണ്ട ഇത്തരം വർഗീയ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം കേവലം വൈകാരികതയിൽ ജനങ്ങളെ നിർത്താൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പ്രശ്നത്തിന് അന്തിമമായ പരിഹാരമാകില്ല. ഇത് ബോധവൽക്കരിക്കുക മാത്രമാണ് സമസ്ത ചെയ്യുന്നത്. ഈ നില തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഭരണം ആർക്കെങ്കിലും വരും. അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അത് കനത്ത ആഘാതമായിരിക്കും. നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പുതിയ വാദഗതികളാണ് കേൾക്കുന്നത്. ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ 80% മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു. 100% തെറ്റല്ലേ? മുസ്ലിങ്ങൾക്ക് അവകാശപ്പെടാത്ത എന്തെങ്കിലും ആനുകൂല്യം മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കാൻ നിയമം അനുവദിക്കുമോ? കൃത്യമായ ഡാറ്റ വെച്ച് പരിശോധിക്കുന്നതിന് പകരം വ്യാജ ഡാറ്റകൾ പരത്തിക്കൊണ്ട് ചില ആളുകൾ ചെയ്യുന്നതിന്റെ പിന്നാലെ നമ്മുടെ സമൂഹം പോയാൽ ഉണ്ടാകാവുന്ന ധ്രുവീകരണത്തിന്റെ ആഴം എല്ലാവർക്കും മനസ്സിലാകും. കേരളത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഈ പ്രചരണം അപകടകരമാണെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഭരണം ആർക്കാവട്ടെ മതസൗഹാർദ്ദം നിലനിൽക്കണം. അത് തകർന്നാൽ ഇവിടെ ഉത്തർപ്രദേശിലെ പോലെ അതുപോലെ തന്നെ ബീഹാറിലെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെയും ആരംഭിക്കും. അതൊരിക്കലും കേരളത്തിന്റെ ഭൂഷണമല്ല, കേരളത്തിന്റെ പാരമ്പര്യമല്ല. ഈ മതസംഘടന ഇന്നേ വരെ ഇത്ര മദ്രസകളും ഇത്ര പള്ളികളും ഇത്ര പണ്ഡിതന്മാരും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുത്തിട്ടും ഒരു ചെറിയ വർഗീയതയുടെ നാമ്പ് പോലും സമസ്തയിൽ നിന്ന് ഈ കാലം വരെ ഉണ്ടായിട്ടില്ല. ഒരാൾക്കും അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ലോ ആൻഡ് ഓർഡർ എവിടെയെങ്കിലും ലംഘിച്ചതായി ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനും പറയാൻ കഴിയില്ല കേരളത്തിലെ സമസ്തയെ കുറിച്ച്. അത്ര കൃത്യമായി ഭരണഘടനാനുസൃതമായി മതസൗഹാർദ്ദപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഇപ്പോഴത്തെ ഈ എഴുത്ത് കൃത്യമായി ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തത് കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തിന് അനുകൂലമല്ലാത്ത കാര്യമായതുകൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ബാധ്യതയുണ്ട്. മാത്രമല്ല തിരിച്ചറിവ് ഉണ്ടാകണമല്ലോ. ശരി, ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് സർക്കാരിന്റെ മുന്നിലേക്ക് സമസ്ത വയ്ക്കുന്നത്. വളരെ നന്ദി ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. ഷംസുദ്ദീൻ MLA കൂടിയുണ്ട്. സമസ്ത പറയുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിലപാടല്ല. ഈ സർക്കാരിന്റെ CA സമയത്തൊക്കെ പിന്തുണച്ച ആളുകൾ കൂടിയാണ്, അന്ന് മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ അനുകൂലിച്ച ആളുകൾ കൂടിയാണ്. പക്ഷെ ഇപ്പോൾ ലീഗാണ് കോൺഗ്രസിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ചില ആളുകൾക്കും വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് എന്നാണ് സമസ്ത വിമർശിക്കുന്നത്. അത് സമസ്ത പറയുന്നതും ഇന്നലെ
നമ്മളെല്ലാവരും പറഞ്ഞതും ഒക്കെ ഇതേ രീതി തന്നെയാണല്ലോ. അതായത് മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് വീണ്ടും തങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടി ഏത് നാണം കെട്ട വർഗീയ പ്രചരണങ്ങൾക്കും CPM-ഉം മുഖ്യമന്ത്രിയും അവരുടെ സെക്രട്ടറി ചുമതലയുള്ള വിജയരാഘവനും ഒക്കെ തയ്യാറാണ് എന്നുള്ളത് കഴിഞ്ഞ കുറെ സമയങ്ങളിലുള്ള നീക്കങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ UDF-ന്റെ മേൽക്കോയ്മ ലീഗിനാണെന്ന് പറഞ്ഞ് UDF-ൽ നിന്ന് ഭൂരിപക്ഷ സമൂഹത്തെ അകറ്റുകയും അതേസമയം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ വന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ, ഇവിടെ ഇനി BJP ആണ് വരാൻ പോകുന്നത്, അപ്പൊ BJP-യോട് ഏറ്റുമുട്ടാൻ ഞങ്ങളേ ഉള്ളൂ എന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് CPM-ഉം പിണറായിയും. അതിന്റെ ഫലപ്പത്ത് നിൽക്കുന്നത് ആ നയം ഉണ്ടാക്കി കൊണ്ടുവന്നത് പിണറായിയും കോടിയേരിയും ആണ്. വിജയരാഘവനാണ് അതിന്റെ ഒരു വലിയ പ്രചാരകൻ. അപ്പൊ ആ രീതിയിലേക്ക് CPM ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് നടത്തുന്നത്. പക്ഷെ ഇതൊരു കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തിന് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇങ്ങനെ വർഗീയത കളിച്ച് രാഷ്ട്രീയ നേട്ടം കൊള്ളുകയാണ്. മുമ്പും CPM ശ്രമിച്ചിട്ടുണ്ട്, പല കാലത്തുണ്ടായിട്ടുണ്ട്. ഇപ്പൊ 87-ലെ ശരീഅത്ത് വിരുദ്ധ നീക്കം, ശരീഅത്തിനെതിരെ CPM-ന് നീങ്ങേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് എന്തിനാണ് നീങ്ങിയത്? അന്ന് ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടുറപ്പിക്കാനായിരുന്നു. മുല്ലമുദ്രി പെൻഷൻ ഒക്കെ എതിരായി പറഞ്ഞ് അങ്ങനെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ടുറപ്പിച്ച് 87-ല് ഒരുപാട് നാളുകൾക്ക് ശേഷം കേരളത്തിൽ CPM അധികാരത്തിൽ വരുന്നത് അന്നാണ്. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സമയത്തും തരാതരം പോലെ വർഗീയക്കാർക്ക് ഇറക്കുക എന്നുള്ളത് CPM-ന്റെ തന്ത്രമാണ്. ഇപ്പൊ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ വളരെ നമ്മുടെ സാമുദായിക അന്തരീക്ഷമൊക്കെ പല അർത്ഥത്തിലും പ്രസിദ്ധമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരം വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തി കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് മതേതര ബോധമുള്ള എല്ലാ സംഘടനകളും അപലപിക്കും. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഭാഗത്തും ആ നിലക്കുള്ള ഒരു പ്രതികരണമാണ് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ N. ഷംസുദ്ദീൻ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.